നമസ്കാരം, എൻ്റെ പേര് ജയരാജ്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ യാർഡിലാണ്. അപ്പം ഇപ്പോൾ ഒരു കസ്റ്റമർ കൂടാതെ എൻ്റെ ഒരു പഴയ ടീം ലീഡറായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഓട്ടോമൊബൈലിൽ ജോലി ചെയ്യുന്ന ഒരു ബ്രാൻഡിലെ ഒരു ടീം ലീഡറായിരുന്നു. അദ്ദേഹം ഒരു വണ്ടി ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടി ഇപ്പോൾ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ വന്നത്. സോ ഇത് ഞങ്ങളുടെ യാർഡാണ്. എൻ്റെ സൈഡിലായിട്ട് നിസാൻ്റെ വണ്ടികളും ഉണ്ട്. കാരണം ഞങ്ങളുടെ ഓണേഴ്സ് സെയിം ആണ്. അപ്പം അവരുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, അവിടെയൊക്കെ സൈഡിലായിട്ട് നിസാൻ്റെ വണ്ടി കാണാം, മാഗ്നറ്റ് എല്ലാം കാണാം. അപ്പം നിങ്ങൾക്ക് ഞാൻ കുറച്ച് വേരിയൻസ് മോഡൽസൊക്കെ ചുമ്മാ റാൻഡം ആയിട്ടൊന്ന് കാണിച്ചു തരാവേ. ഞാനേ ഈ വിൻസറിൻ്റെ ഓരോ മോഡൽ വൈസ് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് മോഡൽ മുതൽ ടോപ്പ് എൻഡ് വരെയുള്ള മോഡൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യമേ വിൻസറിൻ്റെ കമ്മ്യൂട്ട് എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. കമ്മ്യൂട്ട് മോഡൽ കാണിച്ചു തരാം. കാരണം അതിന് ഏകദേശം ഒരു 15 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വിലയുള്ളൂ. വിൻസറിൻ്റെ ടാക്സി മോഡലാണ്. എന്ന് വെച്ചാൽ ബേസിക് കാറാണ്. അതിനകത്ത് എന്താ പറയുന്നത്, ഇൻഫോടൈൻമെൻറ്റ് ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും ഇല്ല. വീൽ കപ്പ് ഇല്ല, ജസ്റ്റ് നമ്മുടെ ഇതേ ഉള്ളൂ. നമ്മുടെ ഡ്രം വീലായിരിക്കും. കാണിച്ചു തരാവേ. ആണ് നമ്മുടെ വിൻസറിൻ്റെ കമ്മ്യൂട്ട് എന്ന് പറഞ്ഞ മോഡൽ. അപ്പോൾ ഈ വണ്ടിക്കകത്ത് നമുക്ക് വീൽ കപ്സ് വരത്തില്ല, ജസ്റ്റ് ഡ്രം വീൽ തന്നെയായിരിക്കും. അകത്ത് ഫാബ്രിക് സീറ്റ്സ് ആയിരിക്കും. ഇതിൻ്റെ അകത്ത് ഫാബ്രിക് സീറ്റ്സ് ആണ്. അതേപോലെ തന്നെ മറ്റേ ഇൻഫോടൈൻമെൻറ്റിൻ്റെ അവിടെ ഒന്നുമില്ല. കണ്ടോ, ഇതാണ് കമ്മ്യൂട്ടിൻ്റെ ഇൻസൈഡ്. അപ്പോൾ ബേസ് മോഡൽ വിൻസറും ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെ വരും. പക്ഷേ ബേസ് മോഡൽ ഇവിടെയായിട്ട് നമുക്കൊരു 10 ഇഞ്ചിൻ്റെ ഇൻഫോടൈൻമെൻറ്റ് ഡിസ്പ്ലേ വരും. വയർലെസ് ആപ്പിൾ കാർപ്ലേ ഓട്ടോ കണക്ടിവിറ്റി ഒക്കെ ഉള്ള. പക്ഷേ ഈ വണ്ടിക്കകത്ത് നമ്മുടെ ബാക്കിൽ റിക്ലൈൻ ഉണ്ടല്ലോ, ഈ റിക്ലൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ബാക്ക് സീറ്റ് ഭയങ്കര സ്പേഷ്യസ് ആണ് കേട്ടോ. അതെല്ലാം സെയിമാണ്. നമുക്കിങ്ങനെ പോപ്പപ്പ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസും കാര്യങ്ങളൊന്നും വരത്തില്ല. ഇവിടെ പോപ്പപ്പ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് വരത്തില്ല. ഇതിങ്ങനെ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പുഷ് ചെയ്യണം, എന്നാലും അത് ഓപ്പൺ ആകത്തുള്ളൂ. അപ്പോൾ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബാക്കിൽ ആഡാസ് എന്ന് എഴുതിയിട്ടില്ല. അവിടെ ഒരു കമ്മ്യൂട്ട് എന്നുള്ളൊരു എഴുത്തുണ്ട് അവിടെയായിട്ട്, അത് സ്റ്റിക്കർ ഇട്ട് വെച്ചേക്കാണ്. സോ ഇപ്പോൾ ഈ കിടക്കുന്ന മുഴുവൻ കമ്മ്യൂട്ടാണ് വണ്ടി. അപ്പം ഇത് എൻ്റെ ബേസ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊരു ഡിഫറെൻറ്റ് സെഗ്മെൻ്റാണ് ടാക്സി എന്ന് പറഞ്ഞത്. അപ്പം ഇത് കൂടുതലും നമ്മുടെ ഇപ്പം ഞങ്ങൾക്ക് EV വീൽസ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലീറ്റ് ഒത്തിരി വണ്ടികൾ ഒരുമിച്ച് കിടക്കുന്ന ആൾക്കാരൊക്കെയാണ് ഇത് കൂടുതലും പ്രിഫർ ചെയ്യാറ്. അപ്പം നമുക്ക് ഇപ്പം എന്താ പറയുന്നത്, ഇപ്പോൾ പല പ്രൈവറ്റ് റെൻറ്റിന് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് നല്ലതായിരിക്കും. പിന്നെ ഏകദേശം 300 കിലോമീറ്റേഴ്സ് റേഞ്ച് ഉണ്ട്. കാരണം 38 കിലോവാട്ടാണ്. ഏകദേശം 280 to 300 കിലോമീറ്റർ വണ്ടിക്ക് റേഞ്ച് കിട്ടും. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ കോട്ടയം ടു എയർപോർട്ടൊക്കെ പോയിട്ട് വന്നിട്ട് ഒന്ന് ചാർജ് ചെയ്താൽ മതി. എന്നുവെച്ചാൽ ഒരു ദിവസം ചിലപ്പോൾ 2 ചാർജിങ്ങിൻ്റെ ഒക്കെ ആവശ്യം വരത്തുള്ളൂ. ചിലപ്പോഴാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഓടും, കുഴപ്പമില്ല. ഞങ്ങളുടെ കസ്റ്റമർ വന്നു, പക്ഷേ പുള്ളിയെ കാണിക്കാൻ പറ്റത്തില്ല. കാരണം പുള്ളി ഇപ്പം യൂണിഫോമിലാണ്. അപ്പം കസ്റ്റമർ വന്ന് വണ്ടി, ചില ആൾക്കാർക്ക് വണ്ടി ഒന്ന് കാണണമെന്ന് സാറ്റിസ്ഫാക്ഷനാണ്. കാരണം ഇതാണ് കസ്റ്റമറുടെ വണ്ടി. ഇപ്പം കസ്റ്റമർ വന്നു. അപ്പോൾ ഇത് കസ്റ്റമറെ മുന്നേ വെച്ചാൽ നമ്മളിതെല്ലാം ഫീൽ ചെയ്യുന്നത്. കുഴപ്പമില്ല. നമ്മളിതെല്ലാം ഫീൽ ചെയ്തു. അപ്പോൾ ഇത് വിൻസറിൻ്റെ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് 38 കിലോവാട്ടിൻ്റെ 38 കിലോവാട്ടിൻ്റെ ഫുൾ ഓപ്ഷൻ അല്ല, ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെയുള്ള മോഡലാണിത്. കസ്റ്റമർ വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട്.
വണ്ടിയൊക്കെ ഫുള്ള് പീൽ ചെയ്തു. ഇപ്പം ഇതുണ്ടോ, വണ്ടി നല്ല ക്ലീനായി. കസ്റ്റമർ ആ തിരിപ്പുണ്ട്, അവരെ കാണിക്കാൻ പറ്റത്തില്ല കാരണം അവർ യൂണിഫോമിലാണ്. ഓക്കെ, അപ്പം ഞാനിവിടെ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള പേരിനെ കൂടെ കാണിച്ചു തരാം കേട്ടോ. കസ്റ്റമർ ദേ ഇപ്പം ജസ്റ്റ് ഇവിടുന്ന് പോയി. നല്ല വെയിലുണ്ട് കേട്ടോ. സ്കൈ ഒക്കെ കണ്ടോ, നല്ല ബ്രൈറ്റ് അടിക്കുന്നുണ്ട് സ്കൈ ഒക്കെ. സോ അതായിരുന്നു കസ്റ്റമർ വണ്ടി. അപ്പോൾ അതിനകത്ത് എൻ്റെ ഫ്രണ്ട് ഉണ്ടെന്ന് ആ പ്രൊട്ടക്റ്റീവ് നമ്മുടെ ഇതുണ്ടല്ലോ പ്ലാസ്റ്റിക്സ് എല്ലാം, അതെല്ലാം ഞാൻ പറിച്ച് ദൂരെ കളഞ്ഞു. അത് കസ്റ്റമർ ഫ്രണ്ട് വെച്ച് തന്നെ. ബേസ് മോഡൽ വണ്ടി നമുക്കിവിടെ വിൻസറിൻ്റെ കിടപ്പില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സൈറ്റ് എന്ന് പറഞ്ഞ മോഡലും കിടപ്പില്ല. ഇതിൻ്റെ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് ആ കസ്റ്റമർ വെഹിക്കിൾ തന്നെയാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അലോയ് വീൽസും ഫ്രണ്ടിലത്തെ പ്രൊജക്ടർ ഹെഡ് ലാംപ്സും അതുപോലെ താഴത്തെ ക്രോമും താഴത്തെ അവിടുത്തെ ക്രോമും എല്ലാ സാധനവും വരുന്നുണ്ട്. പക്ഷേ ഈ വണ്ടിക്ക് ഇല്ലാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പാനറമിക് റൂഫില്ല. അതേപോലെ തന്നെ നമുക്ക് സീറ്റ് കൂളിംഗ് വെന്റിലേഷൻ വരുന്നില്ല, ആംബിയൻ ലൈറ്റിംഗ് വരുന്നില്ല, ബാക്കിൽ സബ് വൂഫർ വരുന്നില്ല. ഇതൊക്കെയാണ് ഈ വണ്ടിക്കകത്ത് ഉള്ള കുറവെന്ന് പറയുന്നത്. ഇതിനകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല. ഇതിപ്പോൾ ടോപ്പ് എൻഡ് ആണെന്നോ മിഡ് ഓപ്ഷൻ ആണെന്നോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല, കാരണം അലോയ് വീലെല്ലാം സെയിം തന്നെയാണ്. ഇതിൻ്റെ 38 കിലോ വാട്ടാണ്, എക്സ്ക്ലൂസീവ് 38 കിലോ വാട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ബൂട്ട് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ബൂട്ടിനകത്ത് ഇവിടെ സബ് വൂഫർ ഇല്ല കണ്ടോ, ഇവിടെ പ്ലെയിൻ ആയിരിക്കും. ഇവിടെ സബ് വൂഫർ വരത്തില്ല. അതാണ് ആപ്പാടെ ഇതിനകത്തൊരു പോരായ്മയായിട്ട് പറയാനുള്ളത്. ഗിയറെല്ലാം തന്നെ ഫുൾ ഓപ്ഷൻ പോലെ തന്നെയാണ് വരുന്നത്. അപ്പം ഇത് 38 കിലോ വാട്ട് ആയതുകൊണ്ട് ഇതിൻ്റെ സീറ്റ്സിൻ്റെ കളർ ബ്ലാക്ക് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ 52 കിലോ വാട്ടിൻ്റെ വണ്ടി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ സീറ്റ്സിൻ്റെ കളർ ബീജ് ആയിരിക്കും വരുന്നത്. സോ ഇത് കണ്ടോ, ഇത് ഫുള്ള് ബ്ലാക്കാണ്. അപ്പോൾ ഇതിൻ്റെ 52 വരുമ്പോഴത്തേക്കും ബീജ് ആയിരിക്കും വരുന്നത്. സോ ഇത് കണ്ടോ, ഇതിൻ്റെ ആകെല്ലാം എന്ന് വെച്ചാൽ ടോപ്പിൻ്റെ പോലെ തന്നെ ഇരിക്കുന്നത്, വേറെ ഒരു വ്യത്യാസമില്ല അതിനകത്തെല്ലാം. ഏറ്റവും ടോപ്പിൻ്റെ വണ്ടി കാണിച്ചു തരാം, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. സോ ഇതാണ് എൻ്റെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഇതിൻ്റെ ഫ്രണ്ട് ഫേസ് കണ്ടാലേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല ഇത് ടോപ്പ് എൻഡ് ആണോ ഫുൾ ഓപ്ഷനാണ്. പക്ഷെ ഇതിൻ്റെ സൈഡിലത്തെ വീല് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൻ്റെ ഡയമണ്ട് കട്ട്, ഇതിൻ്റെ ഡിസൈൻ വേറെയാണ്, ഡിഫറെൻ്റ് ആണ്. എല്ലാം 18 ഇഞ്ച് തന്നെയാണ്, പക്ഷേ അല്ല ഡിസൈൻ വേറെയാണ്. അഡാസുള്ള വെഹിക്കിളാണ്. അപ്പോൾ ഇത് ടോപ്പ് എൻഡ് ആണെന്ന് അറിയാൻ ഈ 52-നകത്ത് തന്നെ 2 മോഡലുണ്ട്. അടുത്ത ടോപ്പ് എൻഡ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ടോ, ഇവിടെ ജസ്റ്റ് അതിൻ്റെ ഇതിൻ്റെ ഒരു GPS ഉണ്ട്. അപ്പോൾ ആ GPS നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇത് ടോപ്പ് എൻഡ് ആണോ അല്ലെങ്കിൽ ഇത് ബേസ് മോഡലാണോ. അതുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ടോപ്പ് എൻഡ് ആയിരിക്കും. സോ ഈ വണ്ടിക്കകത്ത് വരുമ്പോൾ സീറ്റ്സിൻ്റെ കളർ എന്ന് പറയുന്നത് ബീജ് ആയിരിക്കും. ഇത് കണ്ടോ, ഇത് ബീജ് കളറാണ് എൻ്റെ സീറ്റ് മുഴുവൻ. ഇതുണ്ട്, ഇതിൻ്റെ സീറ്റ്സിൻ്റെ കളർ ഫുള്ള് ബീജാണ്. അതുപോലെ തന്നെ റൂഫ് വരും. അതേപോലെ ഈ വണ്ടിക്ക് ഇത് ജസ്റ്റ് ഇലക്ട്രിക് ബൂട്ടാണ്. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് തുറക്കും. ഇത് അകത്തുനിന്നും ക്ലോസ് ചെയ്യാം. ഇതാണ് ഇത് ക്യാമറ. ഇത് അകത്തുനിന്നും ക്ലോസ് ചെയ്യാം, അതുപോലെ തന്നെ പുറത്തൊന്നും നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇതെൻ്റെ ചാർജറും അതുപോലെ തന്നെ അതിൻ്റെ പഞ്ചർ കിറ്റും അതിൻ്റെ 3.3 കിലോ വാട്ടിൻ്റെ സ്ലോ ചാർജറാണ്. ഓക്കെ, ഇന്ന് ഇത്രയൊക്കെയുള്ള വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്പർ ഞാൻ കൊടുത്തേക്കാം, എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി ഞാനത്തിരുന്ന് കഴിഞ്ഞാൽ ഞാൻ കത്തിപ്പോയി. ഈ അമ്മാരി വെയിൽ. ഇപ്പം സമയം എത്രയായി? 4 മണി. എന്നാലും ഭയങ്കര വെയിലാണ്. അടുത്ത ദിവസം നമുക്ക് കോമറ്റ് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ബേസും ടോപ്പെല്ലാം കാണിച്ചു തരാം. ഓക്കെ, ബൈ.